കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിച്ചത് തിടുക്കത്തിൻ്റെ അമ്മ എന്നാണ്. തിടുക്കത്തിൻ്റെ അമ്മ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ തൻ്റെ ചർച്ചക്കാരിയായ എലിസബത്തിനെ കാണുവാനായിട്ട് പോയി. തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്ന് പറഞ്ഞു. എന്തായിരുന്നു ഇത്രമാത്രം ഒരു തിടുക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൻ്റെ ഉള്ളിൽ രൂപപ്പെട്ട, തൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ട ദൈവപുത്രനായ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ടുള്ള യാത്രയാണ്. അത് ഒരു വലിയ പ്രേക്ഷിത പ്രവർത്തനം തന്നെയാണ്. സഭയെക്കുറിച്ച് പറയുന്നതും അതുതന്നെയാണ്. സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ്. സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണെങ്കിൽ സഭയിലെ ഓരോ മക്കളും, അതായത് ഓരോ ക്രിസ്ത്യാനിയും പ്രേക്ഷിതരായിട്ട് തുടരേണ്ടവരാണ്. പ്രേക്ഷിതരാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ മാത്രം പോയി സുവിശേഷം പ്രസംഗിക്കുന്നത് ബാക്കിയുള്ളവരെല്ലാവരും കേൾക്കുന്നു എന്നുള്ളതല്ല. മറിച്ച് ഓരോ ക്രിസ്ത്യാനിയുടെയും തൻ്റെ സ്വഭാവത്തിൽ തന്നെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായിട്ട് മാറണം. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, ക്രിസ്തുവിൻ്റെ സന്തോഷം, സമാധാനം പങ്കുവയ്ക്കുന്നവരായിട്ട് മാറണമെന്നുള്ളതാണ്. അപ്രകാരം തൻ്റെ ഉള്ളിൽ ജനിച്ച ആ വലിയ സന്തോഷം ലോകം മുഴുവനും പ്രഘോഷിക്കുവാനായിട്ട് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട പരിശുദ്ധ അമ്മയും പരിശുദ്ധ അമ്മയുടെ ചർച്ചക്കാരിയായ എലിസബത്തിനെ നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ കാണുകയാണ്. രണ്ടുപേരുടെയും ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്, രണ്ടുപേരും പരിശുദ്ധാത്മാവാൽ നിറഞ്ഞവരായി. രണ്ടുപേരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആനന്ദം, ഒരു വലിയ സന്തോഷം, അത് അങ്ങോട്ട് പരസ്പരം പങ്കുവയ്ക്കാനായിട്ട് അവർക്ക് സാധിച്ചു. നമുക്കറിയാം, നമ്മളൊക്കെ ആണെങ്കിലും കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കാണുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. നമ്മൾ എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ ചെന്ന് കഴിയുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കാൻ വേണ്ടിയൊക്കെ കാത്തു നിൽക്കുന്നവരെ കാണാൻ പറ്റും. കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെയൊക്കെ കെട്ടിപ്പിടിച്ച് വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ എലിസബത്തിനെ കാണാൻ വേണ്ടി പരിശുദ്ധ അമ്മ വന്ന് പരിശുദ്ധ അമ്മയുടെ അഭിവാദന സ്വരം കേട്ടപ്പോൾ തന്നെ എലിസബത്തിൻ്റെ ഉദരത്തിൽ ആ കുഞ്ഞ് കുതിച്ചു ചാടി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അത്രമാത്രം ഒരു വലിയ സന്തോഷം നൽകുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ വാർദ്ധക്യത്തിലാണ് അവൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നത്. 5 മാസത്തോളം അവൾ വീടിനകത്ത് തന്നെയായിരുന്നു, എങ്ങോട്ടും പോകാതെ മനുഷ്യരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമൂഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടുകൾക്കൊക്കെ വിരുദ്ധമായ ഒരു കാര്യമാണ്. വാർദ്ധക്യത്തിലുണ്ടായിക്കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ മക്കൾ വലുതാകുമ്പോൾ മാതാപിതാക്കൾ കാണുമോ എന്നറിയത്തില്ല. അതുമാത്രമല്ല, ഇവർ വാർദ്ധക്യത്തിലാണെങ്കിൽ ഇവർക്ക് എത്രമാത്രം തീക്ഷ്ണതയോടെ കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ, ഒത്തിരിയേറെ പ്രശ്നങ്ങൾ. അപ്പോൾ അവരുടെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ മടിച്ച് മാറി നിന്നിരുന്ന എലിസബത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ സന്തോഷത്തിൻ്റെ, സദ്വാർത്തയുടെ, ദൈവത്തിൻ്റെ കരുണയുടെ ഒരു സന്ദേശവുമായിട്ട് പരിശുദ്ധ അമ്മ കടന്നു വരികയാണ്. പിന്നീട് എലിസബത്തിനും ദൈവം തൻ്റെ ജീവിതത്തിലേക്ക് കരുണ കാണിച്ചു എന്നുള്ള കാര്യം അത് ശക്തമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. അപ്രകാരം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഉള്ളിലുള്ള ആനന്ദം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കും.
ക്രിസ്തുമസിൻ്റെ ഈ ഒരു കാലയളവിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആന്തരിക ആത്മീയമായ മാറ്റം എന്ന് പറയുന്നത് ഉള്ളിലുള്ള ക്രിസ്തുവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ടുള്ള നമ്മുടെ യാത്രയിൽ ആ ഒരു വലിയ സന്തോഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കും. നമ്മളെല്ലാവർക്കും ക്രിസ്മസിൻ്റെ കാലയളവിൽ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ കേക്ക് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അവരെയൊക്കെ വിളിച്ച് സംസാരിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള രഹസ്യം എന്താണ്? നമ്മുടെ ഉള്ളിലെ കുറച്ച് പരാതികളും കുറ്റങ്ങളും കുറവുകളും മാത്രമല്ല നമ്മൾ പറയുന്നത്, മറിച്ച് എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ആ വലിയ സ്നേഹം, ആ കാരുണ്യം, അത് പങ്കുവയ്ക്കാൻ ഞാൻ ബാധ്യസ്ഥനാണെന്നുള്ള വലിയ ബോധ്യം. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ്, അവർ പരസ്പരം അവരുടെ സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കുവെച്ചത് മൂലം അവർ ദൈവത്തിൻ്റെ ഒരു വലിയ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. അവരുടെ ഉള്ളിലുണ്ടായിരുന്ന സാന്നിധ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചിരുന്ന സങ്കടങ്ങളും വേദനകളും നൊമ്പരങ്ങളെക്കാളും ഉപരിയായിട്ട് ദൈവത്തിൻ്റെ വലിയ സ്നേഹവും കരുതലും ഒക്കെ തിരിച്ചറിയാൻ പറ്റും. പരിശുദ്ധാത്മാവിനെ നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മറ്റൊരു വലിയൊരു മാറ്റമാണ്. അതായത് ഈ ലോക ജീവിതത്തിലെ നമ്മുടെ സഹനങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടും നമുക്ക് ആനന്ദിക്കാൻ പറ്റും, സന്തോഷിക്കാൻ പറ്റും. ഇന്ന് പലപ്പോഴും നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒത്തിരി പ്രാർത്ഥനകളും എല്ലാ കാര്യങ്ങളും ആത്മീയമായി വളരാനൊക്കെ നമ്മൾ പരിശ്രമിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രയാസങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒത്തിരി നിരാശയിലേക്ക് കടന്നു പോകും. ഇതിനേക്കാളും ഉപരിയായിട്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ അല്ലെങ്കിൽ സഹനങ്ങളുടെയൊക്കെ നടുവിൽ നിന്ന് പോലും ആനന്ദിക്കാൻ പറ്റുക പരിശുദ്ധാത്മാവിനെ നിറയുമ്പോഴാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഇത്രമാത്രം സഹനങ്ങളാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ സമയം മുതൽ ഒത്തിരിയേറെ സഹനങ്ങൾ നമ്മൾ മാനുഷികമായി ചിന്തിച്ചാൽ കാണാൻ പറ്റും. പക്ഷെ അതിനേക്കാളും ഉപരിയായി പരിശുദ്ധ അമ്മ ചെല്ലുന്നിടത്തെല്ലാം സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു സാന്നിധ്യം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. കാനായിലെ കല്യാണ വിരുന്നിലും വിഞ്ഞു തീർന്നു പോയ സമയത്ത് അവരുടെ ജീവിതത്തിൽ അവരെ സഹായിക്കുന്ന പരിശുദ്ധ അമ്മയെ കാണാൻ പറ്റും. പ്രകാരം സഹനങ്ങളുടെ നടുവിലും ആനന്ദിക്കാനായിട്ട് പറ്റും. പരിശുദ്ധ അമ്മ ഗർഭിണിയായ സമയമാണ്. എന്നിട്ടും തിടുക്കത്തിൽ യാത്ര ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ്? എൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങളെക്കാളും നൊമ്പരങ്ങളെക്കാളും എൻ്റെ ക്ലേശങ്ങളെക്കാളും അധികമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടു നടക്കേണ്ടത് എൻ്റെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നുള്ളതാണ്. ആ ഒരു വലിയ ബോധ്യം പരിശുദ്ധ അമ്മയിലാണ്. ആ ഒരു വലിയ ബോധ്യം എലിസബത്തുമായിട്ട് പങ്കുവെക്കുന്നത് കാണാൻ പറ്റും. മൂന്നാമതായിട്ട് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്, കുറേ നാളുകൾക്കും ശേഷം കണ്ടുമുട്ടുന്നവരാണ് എലിസബത്തും പരിശുദ്ധ അമ്മയും. അവരുടെയൊക്കെ സംസാരം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം ആത്മീയമായ ഒരു സംസാരമാണ്. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ കൂട്ടുകാരെയോ നമ്മുടെ വീട്ടുകാരെയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സാധാരണ പറയുക? അയ്യോ, എൻ്റെ ജീവിതത്തിൽ അതാണ്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ്, എൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയാണ്. നമുക്ക് പ്രശ്നങ്ങളുടെയും അല്ലെങ്കിൽ പ്രതിസന്ധികളുടെയും തടസ്സങ്ങളുടെയും ഒക്കെ ഒരു വലിയ ലിസ്റ്റ് കാണും പങ്കുവയ്ക്കാൻ വേണ്ടി. പക്ഷെ ഇവിടെ പരിശുദ്ധ അമ്മയും എലിസബത്തും പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, എലിസബത്ത് പറയുന്ന കാര്യം, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ എൻ്റെ അഭിവാദന സ്വരം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉദരത്തിലെ കുഞ്ഞ് സന്തോഷത്താൽ കുതിച്ചു ചാടി. പരിശുദ്ധ അമ്മയുടെ അഭിവാദനം കേട്ട് കഴിഞ്ഞപ്പോൾ അത് പരിശുദ്ധാത്മാവിൽ നിറയുന്നവരായിട്ട് മാറുവാനായിട്ട് സാധിച്ചു. അപ്രകാരം നമ്മളെയൊക്കെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയൊരു വലിയ ഒരു പ്രത്യേക സിദ്ധിയാണ് നമുക്ക് നന്നായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുമെന്നൊക്കെ ഉള്ളത്. പലപ്പോഴും നമ്മുടെയൊക്കെ സംസാരവും നമ്മുടെയൊക്കെ പെരുമാറ്റവും ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ദൈവത്തിൻ്റെ ആ ഒരു വലിയ സ്നേഹവും കരുതലും ഒക്കെ പങ്കുവയ്ക്കാൻ, ക്രിസ്തുവിനെ പങ്കുവയ്ക്കാനായിട്ടൊക്കെ നമ്മൾ പരിശ്രമിക്കാറുണ്ടോ? പക്ഷെ അതിനേക്കാളും ഉപരിയായിട്ട് മറ്റുള്ളവരെ ചിത്ത വിളിക്കാനും പറ്റിക്കാനും വഴക്ക് പറയാനും രക്ഷപ്പെടാനൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു വലിയ കഴിവ് ഉപയോഗിക്കുക. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ ഒരു പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവർക്ക് പങ്കുവെക്കാനുള്ളത് അവരുടെ ബലഹീനങ്ങളും വേദനകളും നൊമ്പരങ്ങളുമില്ല. അതിനേക്കാളും ഉപരിയായി ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയ കാരുണ്യത്തെക്കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുത്ത് ഈ വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാവുന്നൊരു കാര്യങ്ങൾ,
കർത്താവേ, നിൻ്റെ ആത്മാവിനെ, നിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. അപ്രകാരം നമ്മൾ നമ്മുടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ പ്രഘോഷിക്കുന്നവരായി മാറട്ടെ. സങ്കടങ്ങളുടെ നടുവിലും ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായിട്ട് മാറട്ടെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളെല്ലാം ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നവരായി മാറട്ടെ. അപ്രകാരം ഈശോയുടെ തിരുപ്പിറവിക്കായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും ആത്മീയമായിട്ട് വളരുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ കൃപകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.